എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ വളരെ സങ്കടകരമായ ഒരു വാർത്ത നമ്മൾ കേട്ടിരുന്നു. കോങ്ങാട് വെച്ച് ബ്രാഹ്മണി വീട്ടിൽ ഗോവിന്ദൻ കുട്ടി എന്ന ആന അതിൻ്റെ ഒന്നാം പാപ്പാനായ രാമനെ അതിദാരുണമായി കൊലപ്പെടുത്തിയെന്ന വാർത്ത. ആ വാർത്ത സോഷ്യൽ മീഡിയയിലൊക്കെ വന്നപ്പോൾ വളരെ ദുഃഖകരമായ വളരെ സങ്കടകരമായ കമൻറ്റുകളാണ് കാണാൻ കഴിഞ്ഞത്. പലരും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ വേദനയിൽ പങ്കുചേരുന്നു എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് കണ്ടു. പക്ഷേ ആ കമൻറ്റിനിടയിലും ഈ യുവാവിൻ്റെ മരണത്തിൽ സന്തോഷം കണ്ടെത്തുന്ന കുറേ ജന്തുക്കളെ കാണാൻ പറ്റി. എവിടെയെങ്കിലും ഒരു ആനപ്പാപ്പൻ കൊല്ലപ്പെട്ടാൽ ഉടനെ സന്തോഷകരമായി കമൻ്റ് ഇടുന്ന കുറേ അലവലാദികൾ. ഞാൻ ആ വാക്ക് ഉപയോഗിച്ചതിൽ ക്ഷമിക്കണമെന്ന് പറയാൻ പോലും എനിക്ക് തോന്നത്തില്ല. കാരണം ഒരാളുടെ മരണത്തിൽ നിങ്ങളെങ്ങനെയാണ് ഇത്ര സന്തോഷം കണ്ടെത്തുന്നത്? ആ കൊല്ലപ്പെട്ട പയ്യൻ, ആനയിൽ നിന്നും കൊല്ലപ്പെട്ട പാപ്പാൻ വളരെ യങ്ങായിട്ടുള്ളൊരു പാപ്പാനാണ്. അയാളുടെ കുടുംബം നോക്കി ഒരു ജോലി ചെയ്താണ് ജീവിക്കുന്നത്. അല്ലാതെ അയാൾ കള്ളും കഞ്ചാവും അടിച്ച് അയാൾ സാമൂഹ്യ വിരുദ്ധനായിട്ടല്ല നടന്നത്. ഒരു ജോലി ചെയ്ത് കുടുംബത്തെ പോറ്റിയ ഒരു യുവാവാണ് കൊല്ലപ്പെട്ടത്. നിങ്ങൾക്ക് കുറച്ച് പേർക്ക് ഇഷ്ടമില്ല എന്ന് കരുതി അയാളുടെ മരണത്തിൽ സന്തോഷകരമായി കമൻ്റ് ഇടുന്നു. എന്ത് വൃത്തികെട്ട മനസ്സാണ് നിങ്ങളുടേത്? സന്തോഷപൂർവ്വം കമൻ്റിട്ട വ്യക്തികൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നാളെ നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിക്കുമ്പോൾ, അത് ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റായിട്ട് വരുമ്പോൾ അതിന് താഴെ ആരെങ്കിലും സന്തോഷകരമായി ഒരു കമൻ്റ് അത് സന്തോഷമായെന്നൊക്കെ ഒരു കമൻ്റ് ഇട്ടാൽ നിങ്ങൾക്ക് എത്രമാത്രം വേദനിക്കുമെന്ന്. നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് കരുതി മറ്റൊരാൾ ആ ജോലി ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് തെറ്റാണ്.